ഹായ്. ഇന്ദ്രനീൽ ഗോപികൃഷ്ണനും രാജീവ് ജിയും ചേർന്ന് രചനയും സംവിധാനവും നിർവഹിച്ച് 2025 പുറത്തിറങ്ങിയ ഒരു മിസ്റ്ററി കോമഡി ചിത്രമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ധ്യാൻ ശ്രീനിവാസൻ, സിജു വിൽസൺ, റോണി ഡേവിഡ് രാജ്, കോട്ടയം നസീർ, സീമാജി നായർ തുടങ്ങിയവരാണ് ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പക്ഷെ ഇവരെ കൂടാതെ കുട്ടൂസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലെ പിള്ളേരുണ്ട്. നമ്മുടെ അല്ലമീൻ, നിഹാൽ നിസാം, സിബ്രാസ് നൌഷാദ്, മുഹമ്മദ് ഷഹുദാസ് ഇവരും ഈ സിനിമയിലെ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ഇവരെനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആണ്, ഇവരുടെ ഫസ്റ്റ് മൂവിയാണ് നമ്മുടെ ഈ കുട്ടൂസ് മീഡിയ ചാനലിലുള്ള പിള്ളേര്. പക്ഷെ അവരൊന്നും ഒരു ഫസ്റ്റ് ടൈം ആണെന്നുള്ളൊരു ഫീലിങ്സ് ഒന്നുമില്ല. എല്ലാവരും നല്ല രസമായിട്ട് തന്നെ ഈ 4 പേരും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ വരുന്നത് നമ്മുടെ സോഫിയ പോളാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ധ്യാൻ ശ്രീനിവാസന്റെ ഈ അടുത്തൊക്കെ ഇറങ്ങിയ ഒരു സിനിമയിൽ നിന്നും കുറച്ചുകൂടി രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി ആൻഡ് എന്താ പറയാ, ഫാമിലി വിത്ത് കോമഡി എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ളൊരു മൂവിയാണ് ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. പിന്നെ ഇതിന്റെ കഥയാണ് ഇതിലെ ഏറ്റവും രസമായിട്ടുള്ളത്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ അവന്റെ നാട്ടിലെ ഒരു ഡിറ്റക്റ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് ചെറുപ്പം മുതലേ ഓരോന്ന് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു ഹോബി എന്ന് പറയുന്നത്. അങ്ങനെ അത് തന്നെയാണ് മൂപ്പര് വലുതായപ്പോഴും നടക്കുന്നത്. അതായത് നാട്ടിൽ എന്തെങ്കിലും ചെറിയ മോഷണങ്ങൾ പോവുക, എന്തെങ്കിലും കാണാതെ പോവുക, അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ആശാന്റെ ആ ഒരു ഡിറ്റക്റ്റീവിന്റെ ഒരു സംഭവത്തിലൂടെ അത് കണ്ടുപിടിക്കുകയും ആൾക്കാർക്ക് അവനോടൊരു എന്താ പറയാ, അവനോടൊരു സ്നേഹം എല്ലാം വരുന്നുണ്ട് ഈ ഒരു ഫസ്റ്റ് ഭാഗത്ത്. അതിലിടയ്ക്കാണ് ഇവരുടെ ഈ നാട്ടിൽ ഒരു കൊലപാതകം നടക്കുന്നത്. ആ കൊലപാതകം നടക്കുമ്പോൾ ആദ്യം ഇവൻ കണ്ടുപിടിക്കുന്ന ഒരു കഥാപാത്രം, അതായത് ഇവനും അവന്റെ പോലീസുകാരും ആ നാട്ടിലെ പോലീസുകാരും ഇവനും ധ്യാൻ ശ്രീനിവാസനും കൂടിയിട്ട് ഒരു പ്രതിയെ കണ്ടുപിടിക്കുന്നു. ആ പ്രതി കണ്ടുപിടിച്ചതിന് ശേഷം പ്രതി ജയിലിൽ ചാടുന്നുണ്ട്. അതിന്റെ പിറ്റേ ദിവസം വീണ്ടും ഒരു കൊലപാതകം നടക്കുന്നു. ആ കൊലപാതകം നടന്നപ്പോഴാണ് മനസ്സിലായത് ഫസ്റ്റ് പിടിച്ച പ്രതിയല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും ഈ അവിടുത്തെ നാട്ടിലത്തെ പോലീസുകാരെല്ലാം കൂടിയിട്ട്. പിന്നീടാണ് ഈ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിജു വിൽസൺ ഇവരുടെ നാട്ടിലോട്ട് വരുന്നത്. പിന്നീട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആ കേസിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് കോമഡി കാര്യങ്ങളും എല്ലാം നല്ല രസമായിട്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുട്ടൂസ് മീഡിയയിലെ 2 ആൾക്കാർ നമ്മുടെ എന്താ പറയാ, സിജു വിൽസന്റെ അതായത് പോലീസ് ഓഫീസറുടെ പിൻഗാമി ആളായിട്ടാണ് 2 ആൾ അഭിനയിച്ചിട്ടുള്ളത്. അതുപോലെ ഒരാളാ നാട്ടിലത്തെ ഒരു കള്ളനാണ്. അതിലെ വേറൊരു പയ്യൻ നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു കൂട്ടുകാരനും കൂടിയാണ്. എല്ലാവരും അവർക്ക് കൊടുത്ത റോളൊക്കെ വളരെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ അവരൊരു ഫസ്റ്റ് ടൈം അഭിനയിക്കുന്ന ഒരു പിള്ളേരാണ്, അല്ലെങ്കിൽ അയ്യോ ഇവരെ കൊണ്ടത് പറ്റുമോ എന്നുള്ളതൊന്നും അല്ലാണ്ട് നല്ല രസമായിട്ട് അവർക്ക് കിട്ടിയ റോളൊക്കെ വളരെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ കഥയുടെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്, ഈ കൊലപാതകം നടത്തുന്നത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ അച്ഛനാണ് എന്നുള്ള രീതിയിലോട്ടാണ് നമ്മുടെ സിജു വിൽസൺ കൊണ്ടുവരുന്നത്. പക്ഷെ അതല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവനും ധ്യാൻ ശ്രീനിവാസനും ഒന്ന് മെനക്കെടുന്നുണ്ട്. അങ്ങനെ എന്താ പറയാ, ഒരു 2 ആൾ തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് അത്രകാലം അവിടെ ഒരു ചെറിയൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ നടക്കുന്ന ചെറിയ മോഷണങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസനാണ്. അപ്പൊ ആ ഒരു വില നമ്മുടെ സിജു വിൽസൺ വന്ന സമയത്ത് പോവുകയും വീണ്ടും അവനത് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന, അതല്ലെങ്കിൽ ഞാൻ ഈ കേസ് കണ്ടുപിടിക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ തന്നെയാണ് ഈ പറയുന്ന കൊലപാതകയെ കണ്ടുപിടിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും. നമ്മുടെ സിജു വിൽസൺ ആ ഒരു കൊലപാതകവുമായിട്ട് ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരുന്നു. അങ്ങനെ ഈ കൊലപാതകയെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഒരു അവിടെ നടക്കുന്ന കൊല ചെയ്യുന്നത് ഒരാളല്ല, ഒരാൾ കൂടി, അതായത് 2 പേരാണ് നമ്മുടെ ഈ കൊലക്ക് പിന്നിലെന്ന് മനസ്സിലാവുന്നു. പക്ഷെ ഈ ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത് ഇവര് ഇരട്ടകളാണ്. അതായത് സെയിം എന്താ പറയാ, ഒരേ പാറ്റേണിൽ
വർക്ക്, അതായത് കൊലപാതകം ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ്, ഏട്ടൻ അനിയന്മാരാണ്. പക്ഷെ ഇവരെ വളർത്തിയെടുത്ത ഒരാള്, അതായത് നമ്മുടെ ഒരു ഗസ്റ്റ് റോള് ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട്. അത് നമ്മുടെ ജഗദീഷാണ്. ജഗദീഷാണ് നമ്മുടെ ഈ പറയുന്ന ഈ ഒരു വില്ലൻ കഥാപാത്രം ചെയ്ത ആ ഒരു പയ്യനെ പഠിപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങളിലോട്ടൊക്കെ വരുന്നത്. പക്ഷെ അദ്ദേഹം ഒരു ബുക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബുക്കിന്റെ ആ ഒരു ക്രൈം ത്രില്ലർ ഒരു ബുക്കാണ്. ആ ബുക്ക് വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ വില്ലൻ കഥാപാത്രം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്താൽ എന്താ എന്നുള്ള മനസ്സിലാക്കുന്നതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരെയും പിടിച്ചു കഴിഞ്ഞപ്പോഴും ലാസ്റ്റില് ഇതിന്റെ എൻഡ് സമയത്ത് ഒരു പത്രവാർത്ത വായിക്കുന്നുണ്ട് നമ്മുടെ ജഗദീഷ്. അത് കഴിഞ്ഞിട്ട് ആശാന്റെ ഒരു ഒരു ചിരിയുണ്ട്, ഒരു പ്രത്യേക ഒരു സൈക്കോ ചിരി എന്ന് പറയില്ലേ, ആ ഒരു ചിരിയിലാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. പക്ഷെ ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും അവരുടെ കൂട്ടുകാരെല്ലാവരും നല്ല രസമായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഇതിലിടക്ക് 2-3 ശവറ പടങ്ങളൊക്കെ നമ്മുടെ ധ്യാന്റെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും വളരെ എന്താ പറയുക, ഒരു ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ത്രില്ലർ ആൻഡ് കോമഡി ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല രസമായിട്ട് ഈ സിനിമ ഇരുന്ന് കണ്ടു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും അതിലെ കുറച്ച് ഭാഗങ്ങളും മാത്രമാണ് ഞാൻ ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് എനിക്ക് കമന്റ് ആയിട്ട് അടിക്കണം. ഇനി ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒരു വട്ടം നിങ്ങൾ ഷുവറായിട്ട് കണ്ടോ. നല്ല രസമുള്ള ഒരു ക്രൈം ത്രില്ലർ മൂവി തന്നെയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഇപ്പോഴേക്ക് ബൈ.